ഹലോ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു ഇൻ്റർവ്യൂ ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മനഃശാസ്ത്ര വിഷയവുമായി ആത്മീയശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് എൻ്റെ ഒരു വിദ്യാർത്ഥി വന്നിട്ടുണ്ട്. അതായത് സൈക്കോളജിയിൽ WHRDയുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് സാമൂഹ്യ രംഗത്തും ബിസിനസ് രംഗത്തുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ഷാൻജി അഗസ്റ്റിൻ അല്ലേ? ഷാൻജി അഗസ്റ്റിൻ, യെസ്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടുതലായിട്ട് പറയും, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, നമസ്കാരം സാർ. പിന്നെ എൻ്റെ പേര് ഷാൻജി അഗസ്റ്റിൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് എറണാകുളം സ്ഥിരതാമസമാണ്. ഞാനൊരു 2-2.5 വർഷമായിട്ടുണ്ടാവും സാറിൻ്റെ അടുത്ത്. 2 വർഷമായിട്ടുണ്ടാവും. സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ ചില ബിസിനസ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആ ഒരു കാലഘട്ടത്തിലാണ് സാറിൻ്റെ അടുത്ത് വരുന്നത്. യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോ, സ്ഥിരമായിട്ട് സാറിൻ്റെ വീഡിയോ കാണാറുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ കണ്ട് ഒരു പ്രാവശ്യം സാറിനെ വിളിച്ച് അന്നേരം സാർ തിരക്കുള്ള സമയത്ത് ഒരു ഡേറ്റ് വന്നു. സാറിന്റെ ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന വൺ ഡേ പ്രോഗ്രാം ഒരു ദിവസം വന്നു. പിന്നെ അതിനുശേഷം ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ആദ്യം സാറിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരിക്കുന്ന അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ സ്വിച്ചിട്ടാൽ കത്തുന്ന പോലത്തെ പെട്ടെന്നുള്ള സൊല്യൂഷൻ അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനുള്ള റെമഡി ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ സാറിന് തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ യൂസർ മാനുവൽ പഠിച്ചു. വെരി ഗുഡ്. ശരിക്കും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ അന്ന് വന്നപ്പോൾ എന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായതാണെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും അതെന്താണെന്നും ശരിക്കും പഠിച്ചു. അതാണ് എൻ്റെ സത്യം. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ സാധാരണ സാറിൻ്റെ അടുത്ത് എപ്പോഴും വരുമ്പോഴെല്ലാം എൻ്റെ കയ്യിൽ ഒരു പിടി സംശയങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. വളർച്ചയുടെ പടി എന്ന് പറയുന്നത് അതാണ്, ചോദ്യങ്ങളാണ്. എപ്പോഴും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വളരുന്നതാണ്. ഇത് അറിവിന് അന്തമില്ലല്ലോ. ഒരു സംശയാലുവിന് മാത്രമേ, അതായത് ഈ ദാഹം പോലെ, ദാഹം ഉള്ളവർക്ക് മാത്രമേ ആ കൂടുതൽ ഉയരത്തേക്ക് എത്താൻ പറ്റൂ. അതെ. അപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ്. ഈ എന്തെങ്കിലും ഒരു കാര്യം അറിയണം, കാരണം ഈ ആത്മീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകിച്ചു അതിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് അറിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അലയും അതിനു വേണ്ടിയിട്ട്. ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പിന്നെ അതുപോലെ ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുള്ള വിഷയമാണ്. ഞാനൊരു 8-9 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന മിക്കവാറും തന്നെ എല്ലാ അസുഖങ്ങളൊക്കെ ആയി അല്ലെങ്കിൽ യാത്രയൊക്കെ ആവാൻ പറ്റാതെ വന്നാൽ ബാക്കി എല്ലാ സമയത്തും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഭ്രൂമധ്യം, അങ്ങനെയല്ല പറയാ, അവിടെ ഒരു വല്ലാത്ത സെൻസേഷൻ നല്ല, എനിക്കത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ട ഫീലിങ്സ് എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മരവിപ്പ് നമ്മൾ പറയും. ആദ്യം തുടക്ക സമയത്ത് ഒരു മരവിപ്പുമായിട്ട് ഇങ്ങനെ വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ, പല്ല് എൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി മരപ്പിച്ചു. ഒരു ഇഞ്ചക്ഷൻ എടുക്കും. ആ ഇഞ്ചക്ഷൻ എടുത്ത് റൂട്ട് കനാൽ കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറത്തേക്ക് ആ ഒരു ഭാഗം മാത്രം നമ്മുടെ ശരീരത്തുള്ളതായിട്ട് തോന്നും. മനസ്സിലായി. ഇത്ര സമയം ക്ലൗഡ് പോലും അങ്ങനെ മരച്ചങ്ങിരിക്കും. അത് അങ്ങനെ ഒരു പിന്നെ ശരീരഭാഗം മൊത്തം ഇങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആദ്യം ഇവിടെ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഈ നെറ്റി മൊത്തവും ഈ മൂക്കിന്റെ കണ്ണും ഒക്കെ ആയിട്ട് ഒരു മരച്ച് അങ്ങനെ ഇരിക്കും. ഞാനത് ഒരു കാലത്ത് ഞാനത് ആദ്യമൊക്കെ ആസ്വദിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയമായി തുടങ്ങി. കാരണം ഇത് ഒരു എനർജി ആണ് എന്നുള്ളതിന്റെ, എനിക്ക് ആ കാലത്ത് എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ല, പരിമിതമായ അറിവുകളേ ഉള്ളൂ. പരിമിതമായ അറിവുകൾ വെച്ച് ഞാൻ നോക്കുമ്പോൾ എന്തോ ഒരു എനർജി ആണ് എന്ന് തോന്നി. പക്ഷെ നല്ലതിനുള്ള എനർജിയാണോ മോശം എനർജിയാണോ നമുക്കറിയില്ല. ഈവൻ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണോ? കാരണം ആ സമയത്തും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ലതൊന്നുമല്ല. അത്രയ്ക്കും നമുക്ക് കാര്യങ്ങൾ അറിവൊന്നും ആയിട്ടില്ല. അപ്പൊ നല്ല എനർജിയാണ് എന്നിൽ ഉള്ളതെങ്കിൽ നല്ലതല്ലേ വരാൻ പാടുള്ളൂ. ടെൻഷൻ വരും. അപ്പൊ പക്ഷെ സമ്മിശ്രമാണ് അനുഭവങ്ങളും. അപ്പൊ ഞാനിത് അന്ന് നമ്മൾ പരിചയമില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് മെഡിറ്റേഷൻ സെന്ററുകളിൽ, പേരൊന്നും പറയുന്നില്ല. ഞാൻ ഈ സംശയങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നെ തൃപ്തിപ്പെടുന്ന രീതിയിലൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇത് നല്ലൊരു എനർജി ആണെങ്കിൽ എനിക്കോ എൻ്റെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റണ്ടേ. അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റണമെന്ന് എനിക്ക് പറഞ്ഞു തരണം. മോശം എനർജി ആണെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം മോശം. അപ്പൊ ഇത് ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പല സ്ഥലത്തും അറിഞ്ഞിട്ടു. അത് സാറിനോട് ചോദിക്കും. ഇന്നത്തെ വരവിന്റെ പ്രധാന ഉദ്ദേശം അതാണ്.
ആ ഒരു സംശയത്തിന് എനിക്ക് സാറിന്റെ ഒരു നിവൃത്തി കിട്ടിയാൽ, ഒരു കറക്റ്റ് മറുപടി കിട്ടിയാൽ വളരെ ഉപകാരം. കാരണം ഇത് എന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് വല്ലാണ്ട് കൂടുമ്പോൾ എനിക്ക് എന്നിൽ തന്നെ ഒരു ഭയമായി, ഇത് മോശമായി പോവോ നല്ലതാണോ എന്നുള്ളത്. നല്ലൊരു ചോദ്യം അത്. കാരണം വെച്ചാല് ഈ ഇതേ അവസ്ഥ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പൊ ശാന്തി എന്നോട് ചോദിച്ചത് സമൂഹത്തിലെ പലർക്കും പല രൂപേണ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിലർക്ക് ഇപ്പം താങ്കളുടെ ഇവിടെയാണ്, അതെ, ചിലരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രകാശം പോലെ വരും അവിടെ തന്നെ ഭ്രൂമധ്യത്തിൽ. അതിൽ തന്നെ പല കളർ വരും. ചിലർക്കൊരു ബ്ലൂ കളർ പോലെ, ചിലർക്കൊരു വൈറ്റ് ഇതുപോലെ. ഇനി ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങനെ കൈകാലുകൾ തരിക്കുന്നതാണ് തോന്നുന്നു. ഒരു പെരുപ്പ് താഴെ ഇങ്ങനെ മുകളിലോട്ട് കയറുന്നതാണ്. ഇത് എപ്പോഴാണ് മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ്. മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴല്ലേ ഈ പ്രശ്നമാണ്. ഇപ്പൊ സമീപകാലത്ത് വേറൊരു കാര്യമുണ്ട്. ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുന്നത് മാത്രം വേണ്ട, കണ്ണടച്ച് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അങ്ങോട്ട് അത് മാത്രം ശ്രദ്ധിച്ച് ചിന്തിച്ചാൽ അന്നേരം വരും. അതിലേക്ക് വരാൻ നമുക്ക് ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ഭാരം കുറയുന്നതാണ് തോന്നുന്നത്, ഇങ്ങനെ ഉയർന്നു പോകുന്നതായിട്ട് തോന്നാം. അപ്പൊ ഇതില് പലർക്കും ഭയം കൊണ്ട് നിർത്താറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതെന്തെങ്കിലും വലിയ കുഴപ്പമാണോ? അപ്പൊ ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. വ്യക്തമായ അറിവില്ലായ്മ. എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഭയം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് കാരണം. ഏതൊരു കാര്യത്തെപ്പറ്റി അറിയുന്നു അവിടെ നമ്മുടെ ഭയം മാറി. ഇതിനകത്ത് ക്ലാരിറ്റി കിട്ടാതെ വരുന്നോണ്ടാണ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഭയം കിടക്കുന്നത്. ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഭയം മാറി. ശരിയാണ്. അപ്പൊ ഇത് നല്ലതിനാണോ ചീത്തയാണോ ചോദിക്കുക. അറിവില്ലെങ്കിൽ ചീത്തയാണ്, അറിഞ്ഞാൽ നല്ലതുമാണ്. ഇതിനെപ്പറ്റി കറക്റ്റ് സയൻസ് അറിഞ്ഞില്ലെങ്കിൽ ഇത് നമ്മൾ എന്തോ കുഴപ്പമാണോ ഏതെങ്കിലും ബാധയാണോ എന്ന് വിചാരിച്ച് വ്യാകുലപ്പെട്ട് നമ്മൾ ചിന്തിച്ച് സാധാരണ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും പോലും പറഞ്ഞ് എപ്പോഴും ഇതിലോട്ടാകും ഫോക്കസ്. ഇതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അതിനെ ട്രാൻസ് അവസ്ഥ എന്ന് പറയും. ഒരു ഉന്മാദ അവസ്ഥയിലോട്ട് ആൾക്കാർ സ്വാഭാവിക ജീവിതം നയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, ഇതിന് ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ. അപ്പൊ എനിക്കിപ്പോ പറയാനുള്ള ഇതാണ്, സാധാരണ ആൾക്കാർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ചിലർക്ക് ചില വേളകളിൽ ചിലപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു കയറ്റം കയറും. ചിലങ്ങനെ പറയും. അത് ബോധ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലേക്ക്, ഇപ്പൊ മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പരമാവധി മറ്റു ചിന്തകളുടെ എണ്ണം എല്ലാം കുറഞ്ഞ് ഒന്നിലേക്ക്, അല്ലെങ്കിൽ എണ്ണത്തെ കുറയ്ക്കാനുള്ള ഏതെങ്കിലും റെമഡി ആണല്ലോ മെഡിറ്റേഷൻ. ഈ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഉള്ള എനർജി അത് പതുക്കെ ഫോക്കസ് ആകുമ്പോഴുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഇതിലോട്ടൊന്നും ഫോക്കസ് ചെയ്ത് ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ എനർജിയുടെ ഫ്ലോ നമ്മുടെ ശരീരത്തിൽ അറിയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആദ്യം ഒരു എക്സ്പെരിമെന്റ് തരാം, അപ്പോഴേ മനസ്സിലാവും. എനിക്ക് തോന്നിയത് അതൊരു പ്രാക്ടീസ് കാണിച്ചാലേ മനസ്സിലാവും. കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചോണം. ഓക്കെ, ഇങ്ങനെ കൈ പിടിച്ചില്ലേ? അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കൊന്ന് കാണാം, ഗ്യാപ്പ് കാണാൻ പറ്റും അല്ലേ? ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷാൻഡിയുടെ ഈ കൈയെ ഒരു നൂല് കൊണ്ട് കെട്ടാൻ പോവാണ്. അതിനെ നടുക്ക് നോക്കണം, ആ രണ്ട് വിരലിൽ നടുക്ക് നോക്കണേ. ആ ഗ്യാപ്പിൽ നൂലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്യാണ് ഞാൻ. റോൾ ചെയ്യാണ്. കൈ ഇങ്ങനെ പതുക്കെ അടുത്തടുത്ത് അതിന് അടുക്ക് തന്നെ നോക്കും, സെന്ററിൽ തന്നെ നോക്കും. ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ആ കൈ കൂടുതൽ അടുത്തടുത്ത് വരുന്നു. ടൈ ആണ്. ഫ്രീ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് വിടും. അടുത്തടുത്ത് വരുന്നു. ഞാൻ വീണ്ടും ടൈ ആണ്. കെട്ടി ചുറ്റി പൂർണ്ണമായിട്ടും ചുറ്റുന്നു. യെസ്, ഓക്കെ. ഞാൻ ശ്രമിച്ചു പരമാവധി. എനിക്ക് തോന്നി മാക്സിമം പിടിച്ചിരിക്കാൻ തുള്ളുന്നുണ്ട്. ഞാൻ പരമാവധി പിടിച്ചു നോക്കുന്നു. നമ്മൾ ഇങ്ങനെ ഇതെന്ന് വെച്ചാൽ ഒരു കോൺസെൻട്രേഷനാണ്. ഇതിപ്പോ നമ്മുടെ മനസ്സിന്റെ ഫോക്കസ് കൂട്ടാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കാം. ഞാൻ ഇതിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് ഈ കൈകളുടെ ഇടയിൽ ഇത് കൈകളിൻ്റെ അടുത്തടുത്ത് വരുന്നു. ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഫുൾ പ്രസ്സായി കഴിഞ്ഞ് ഇത് ഒട്ടി തന്നെ നിൽക്കുകയാണ്. ഇതിനെ തിരിച്ചകത്താൻ പറ്റില്ല എന്ന് ആവത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് അകത്താൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഫോക്കസ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ആ എനർജിയുടെ പ്രസൻസ് ഉണ്ടാകും. എനർജിയെ നമുക്ക് കാണാൻ പറ്റില്ല, ബട്ട് അനുഭവിക്കാൻ പറ്റും വ്യത്യസ്ത രീതി, ഡിഫറെന്റ് മാനറിൽ. ഇപ്പൊ വൈദ്യുതി പോലെയാണ്. വൈദ്യുതി കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ചുള്ള ഡിവൈസിന് വ്യത്യസ്ത രീതിയിലുള്ള റിഫ്ലക്ഷൻ. ഫാനായിട്ടും ട്യൂബായിട്ടും ലൈറ്റായിട്ടും AC ആയിട്ടും പറഞ്ഞു വരുമ്പോൾ സത്തൊന്നാണ്.
അപ്പോൾ ഓരോ വ്യക്തികളുടെ ഘടന വ്യത്യാസമാണ്. ആ, ആ, ആ. അപ്പോൾ ഓരോരുത്തരിലും ഏകാഗ്രമാകുമ്പം പ്രതിഫലിക്കുന്ന അനുഭവം വ്യത്യസ്തമാണ്. ഓക്കെ, ഓക്കെ. ശാന്തിക്ക് ഇവിടെ ഒരു മരവ് പോലായിരുന്നു. ആ. പക്ഷേ ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ ശരീരത്തിന് വെയിറ്റ് കുറയുന്നതായിട്ട് തോന്നുന്നു. ചിലർക്ക് പുറത്താണ് തരിപ്പ്, ആ. ചിലരിങ്ങനെ അലറി വിളിക്കാം. ആ, ആ, ആ. അപ്പൊ ഇത് നല്ലതിനാണോ എന്ന് ചോദിച്ചാൽ മനസ്സിന് ഏകാഗ്രത കിട്ടുന്നവർക്കേ ഇത് കിട്ടൂ. എല്ലാവർക്കും മനസ്സിന് ഏകാഗ്രത കിട്ടില്ലല്ലോ. കിട്ടില്ല. അപ്പൊ ഈ സൈൻ എന്ന് പറയുന്നത് താങ്കൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. ആ. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ നല്ലതാണെന്ന് മനസ്സിലാക്കണം. ആ ഫീലിങ്സ് നല്ലതാണ്. നല്ല അത് ഇത് അറിയുമ്പോഴാണ് നല്ലതാകും. നല്ല കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷനാണ്. അപ്പം നമ്മൾ എന്ത് വേണം? യെസ്, ആ പവറിലേക്ക് ഏകാഗ്രമാകുന്നുണ്ട് ഞാൻ. എപ്പോഴും കോൺഷ്യസ് മൈൻഡ് അതിന് മറ്റ് ചിന്തകളെല്ലാം വിട്ടു നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ കൊടുക്കുന്ന സജഷനാണ് സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, കൂടുതൽ സ്വീകരിക്കും. ശരിയാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോധമനസ് ഏകാഗ്രമാകുന്നു. ഈ പറയുന്ന ഫീല് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? യെസ്, ഗ്രേസ്, ഐ ആം ഗ്രേറ്റ്ഫുൾ. എന്നിട്ട് അവിടേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പോസിറ്റീവ് സജഷൻ സബ്മിറ്റ് ചെയ്യാം. ബെസ്റ്റ് ടൈമാണ്. ഓക്കെ, അത് നന്മയായിട്ട് എടുക്കണം. ഇപ്പൊ ചിലർക്ക് ഇവിടെ പ്രകാശം പോലെയാണ്. യെസ്, ഞാൻ എത്തപ്പെട്ടു, ഞാൻ ഏകാഗ്രമായി. നമ്മൾ ഏത് സ്പിരിറ്റിനെയാണോ കാണുന്നത്, ദൈവത്തെ, അതിന്റെ പ്രസൻസ് എന്നിൽ ഞാൻ അനുഭവിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ആ വേളയിൽ എന്ത് ചെയ്യണം? നമ്മുടെ പോസിറ്റീവ് സജഷൻസ്, നമ്മുടെ ഹെൽത്ത് ആണോ, വെൽത്ത് ആണോ, ഹാപ്പിനെസ്, ഞാൻ എല്ലാ ദിവസവും കൊണ്ട് പ്രാർത്ഥന ആ സമയത്ത് ഇൻസെർട്ട് ചെയ്യുക, പുട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതിനാ. ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ കൺഫ്യൂസ്ഡ് ആയ രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ഭയം ഉള്ളി പോകുന്നു. ഭയമാണ്. ഇതിനെ ഭയത്തോടെ എങ്ങനെ ശ്രദ്ധിക്കണം? അപ്പൊ അത് ശരീരത്തെ ബാധിക്കും. ശരീരത്തെ ബാധിക്കും, ബാധയായിട്ട് വരും. അപ്പൊ രോഗത്തിൻ്റെതായ ഹിസ്റ്റീരിയ പോലെ രോഗം പോലെ മാറും. ക്ലിയർ ആയോ? അല്ല, ഞാനിതേ കുറച്ച് കാലങ്ങളായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇത് ഗ്രേസ് ആണ്. ആ സമയത്ത് മനസ്സ് ഏകാഗ്രമാകുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് ഫലം കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പ്രയറിനൊക്കെ പോകുന്ന സമയത്ത്, പ്രയർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഇത് വരണമെന്നില്ലല്ലോ. ഇല്ല. അതൊരു ചെയ്ത് കുറെ സമയം കഴിയുമ്പം ദൈവത്തോട് നമ്മൾ ദൈവം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തോട് കൊടുക്കുന്ന നിർദ്ദേശം പ്രയറിന് ശേഷമുള്ളതാണെങ്കിലാണ് കൂടുതൽ ഫലിക്കുന്നത്. പ്രയർ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വേർഡുകൾ എന്ന് പറയുന്നത് മറ്റ് ചിന്തയുടെ എണ്ണം മാറുകയാണ്, റെഡ്യൂസ് ചെയ്ത്. അതിനുശേഷം നമ്മൾ സജഷൻ കൊടുക്കുമ്പോഴാണ് ഉള്ളിൽ പിടിക്കേണ്ടത്. അപ്പം സാധാരണക്കാർക്ക് പ്രയർ ചെയ്യുമ്പം ഒരു പുസ്തകത്തിൽ നോക്കി കുറെ പാരായണം ചെയ്യുന്നു, അത് കഴിഞ്ഞ് മാറ്റി വെക്കുന്നു. എന്നാൽ ഈ പാരായണം ചെയ്ത ശേഷം എന്ത് ചെയ്യണം? അത് മറ്റു ചിന്ത മാറ്റി വെച്ചിട്ട് വേണം. എന്നിട്ട് നമ്മുടെ പോസിറ്റീവ് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഫലവത്താവും. അപ്പൊ ഇങ്ങനെ സൈൻ കിട്ടുന്നവർക്ക് കുറച്ചുകൂടെ അത് പോസിറ്റീവാണ്, എളുപ്പമുണ്ട്. കാരണം ആ ഏകാഗ്രത ഉള്ളതെങ്കിൽ ഫീൽ കിട്ടി, യെസ്, ദൈവത്തിന്റെ പ്രസൻസ്, അങ്ങനെ വേണേ അങ്ങനെ. അല്ല, മനസ്സ് ഞാൻ കാമായിരിക്കണം. ഈ സമയത്ത് സന്തോഷത്തോടെ ഉടനെ ഫേസിന്റെ മട്ട് മാറണം. യെസ്, ഓക്കെ, ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം എന്നിലേക്ക് വന്നു. അതായത് ഗ്രൗണ്ടിങ് ആയി. ഇനിയാണ് വിത്ത് ഇടേണ്ടത്. വിത്ത് നമ്മുടെ ഡിസൈൻ ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ, അത് സ്ഥിരമായിട്ടുള്ളതാണ് പൊട്ടിമുളച്ച് വരേണ്ടത്. അത് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് നല്ലോണം സർഫസ് ഫലഭൂഷ്ടമാക്കി വെക്കണ്ടേ? അപ്പൊ അതിന് റെഡിയായി, സ്വീകരിക്കാൻ തയ്യാറായി. ആ സൈനാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ യെസ്, സന്തോഷത്തോടു കൂടി നമ്മുടെ നിർദ്ദേശങ്ങൾ അകത്തേക്ക് കൊടുക്കുക, പ്രാർത്ഥന കൊടുക്കുക. ശരിയാണ്, അതൊരു നല്ല ഐഡിയ ആണ്. കാരണം ഞാൻ എന്നോട് ചില ആളുകളൊക്കെ പറഞ്ഞു തന്നത്, ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുക, വാച്ച് ചെയ്തോ, അതിന് വലിയ പവറും കൊടുക്കണ്ട, വേണ്ട, അങ്ങനെ പറയും. പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ്, നമുക്ക് ഇത് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പൊ നമ്മളെ പറ്റി തന്നെ കൂടുതൽ ഇതായി, എനിക്ക് അത് കിട്ടി, എല്ലാവർക്കും കിട്ടുന്നതല്ല. അതെ. അതുപോലെ ഈ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞു, ഈ എൻ്റെ ഒരു സുഹൃത്ത് ക്രിസ്ത്യൻ സമുദായം, ഞാനും അതെ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പരമശിവന്റെ ഒരു രൂപം, അത് പിന്നെ നമ്മുടെ കോയമ്പത്തൂരുള്ള നമ്മുടെ ഇഷ അവിടെ ഫൗണ്ടേഷൻ വലിയ ഞാനും അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രൂപം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ടൊരു കണക്ഷനുള്ള ആളല്ല, വർത്തമാന ലോകത്ത് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഉള്ള ആളല്ല. പക്ഷെ ഈ രൂപം ഇങ്ങനെ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വരുന്നു പോലും. അതെന്തായിരിക്കും അങ്ങനെ കാരണം? അല്ല, ആ സമുദായത്തിൽ ജനിച്ചതല്ല, അതുമായിട്ട് മനസ്സിലാത്തതുകൊണ്ടാണ് ഞാൻ. പുള്ളി കണ്ടതാണോ അവസാനം? അത് പോയി കണ്ടതാണ്. അതിന്റെ കാരണം ഈ ചില ഇമേജുകൾ, ചില ഇമോഷൻസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ടൊന്ന് പെനിട്രേറ്റ് ചെയ്താൽ, സബ് കോൺഷ്യസ് മൈൻഡ് കിടന്നാൽ ചിലത് ആയുഷ്കാലം അവിടെ കിടപ്പുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ
ഒരു ഇപ്പം ഭയം തട്ടുക എന്ന് പറയുന്ന സംഭവം. അതെ നമ്മൾ ഭയം തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു ഇടവഴിയിലൂടെ പോകുന്നു, നല്ല ഇരുട്ട് സമയമാണ്, പെട്ടെന്ന് കറണ്ടൊക്കെ പോയി. ഇയാൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച മരിച്ച മാധവൻ അവിടെ നിൽക്കുന്നു. ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ. മാധവൻ ഇങ്ങനെ കൈകാട്ടി വിളിക്കുന്ന, പിന്നെ തിരിച്ചോടുകയാണ്, വീട്ടിൽ ചെന്ന് വെള്ളം കുടിയാണ്. ഞാൻ മാധവൻ ചേട്ടനെ കണ്ടു, അതേപോലെ സത്യത്തിൽ മരിച്ച ആൾ വരില്ല, അത് നമ്മുടെ ബുദ്ധിക്കറിയാം. പക്ഷേ മാധവൻ എന്ന് പറഞ്ഞ ആളുടെ ഇമേജ് പുള്ളിയുടെ ഉള്ളിലുണ്ട്. കഴിഞ്ഞ ആഴ്ച മരിച്ചാണെന്ന് നേരത്തെ കണ്ടിട്ട് പുള്ളി എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു നിഴലേ കണ്ടുള്ളൂ. പക്ഷെ ഉപബോധ മനസ്സിന് ലോജിക്ക് ഇതല്ലോ. ആ നിഴലിനെ ബോധമനസ്സ് ഫോക്കസ് ചെയ്തപ്പോൾ തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്ന മാധവന്റെ ആ ഇമേജ് ആണ് ഇവന്റെ ബോധ മനസ്സിലുള്ളത്. മാധവനായി തോന്നി. ഇവിടെ അയാളെ സംബന്ധിച്ച് റെഡിയാ, അയാളെ സംബന്ധിച്ച് കറക്റ്റ് അത് കണ്ടു, വേറെ കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഉള്ളിൽ കിടക്കുന്ന ചില നേരങ്ങളിൽ ഫോക്കസ്ഡ് ആവുമ്പോൾ ഈ ചിന്തയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതേ രൂപം പതിക്കും. ഇപ്പൊ ഈശയിൽ കണ്ട ആ ശിവ കാഴ്ച ചിലപ്പം സബ് കോൺഷ്യസ് മൈൻഡ് പതിഞ്ഞു, ഉപബോധ മനസ്സിൽ പതിഞ്ഞു. കോൺഷ്യസ് മൈൻഡ് ഈ പറഞ്ഞ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സാധനം വരും. ഇത് പ്രത്യേകിച്ച് ഒരു ഇമേജ് പോലും കാണണ്ട. എത്രത്തോളം ഹൈ ഇതാണോ ഉള്ളിൽ പിടിച്ചിരിക്കുന്നത് അത് കയറി പിടിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചില ആളുകൾക്ക്, എനിക്കും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, സാറിന് എടുത്ത് വരുന്നതിന് ഈ അങ്ങനെ വരുന്ന എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് നമ്മള് എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് കിടക്കുക, പല സന്ദർഭങ്ങളിൽ അപകടം വരുമോ ഇതാവും. മെജോറിറ്റി ഓഫ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന മുൻ കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ഇൻപുട്ട് ആണെങ്കിൽ അതിന് സമാനമായ ഒരു നമ്മൾ എന്തിനെ തേടുന്നു അതാ നമ്മളെ തേടി വരുന്നു പറയും. നമ്മൾ തേടുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭയമാണെങ്കിൽ ഭയരൂപേണുള്ള സാധനമായിരിക്കും വരുന്നത്. അത് ബോധ മനസ്സിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആൾക്കാർ കാണുകയാണ് ചെയ്യുന്നത്. അവരെ കാണുന്നുള്ളൂ, വേറെ ആള് കാണുന്നില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭ്രാന്ത, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതാ. ഒന്നും വേണം. നമ്മള് ഈ നന്ദനം സിനിമയാണ്, അതിനകത്ത് നവ്യ നായർ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അവർ മാത്രമേ കണ്ടു. കാരണം കാലങ്ങളായിട്ട് ഗുരുവായൂരപ്പനെ എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിൽ കണ്ടോളൂ. ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തിയായിരുന്നു, നല്ല ഭക്തിയായിരുന്നു. അതോടൊപ്പം എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പോയി പരാതി പറയുക, കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടത്തുന്നത്. ഇപ്പം ആ കഥാപാത്രത്തിന്റെ മനസ്സിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സദാ ധ്യാനിച്ചുള്ളിൽ പോയ സമയത്താണ് ചില നേരങ്ങളിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റുമാണ്, പ്രത്യക്ഷപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അത് മറ്റൊരാളെ വിശ്വസിപ്പിക്കാൻ പറ്റും. ഇതേപോലെയാണ് ഭക്തിയുടെ കേസ്. നമ്മൾ ഓരോ മതവിശ്വാസങ്ങളിലും ആ ഭക്തി അങ്ങ് മൂത്തു. ട്രാൻസ്ലേയിലേക്കൊന്നും എപ്പോഴും ആ ഒരു ശക്തി എന്നോടൊപ്പം ഉണ്ട്, ഞാൻ വിളിച്ചപ്പുറത്ത് ഒരു ഇങ്ങനെയുള്ള ഒരുപാട് ചിന്താലോകത്തിൽ നടക്കുമ്പോൾ അവർ മറ്റ് ലോക ജീവിതത്തിൽ നിന്നൊക്കെ സെക്കൻഡ് തേർഡോ ഇതിലും മാത്രമാവും. അപ്പോൾ ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് വരും. അത് ലഹരിയായിട്ട്, ഭക്തി ലഹരി കേട്ടിട്ട് ചില ആളുകൾ വല്ലാണ്ട് തുള്ളുകയും ആ ലഹരി അതൊരു എന്താ സത്യം പറഞ്ഞ ഒരു പോയിസണാന്ന് വേണേൽ പറയാം. അമിതമായാൽ അമൃതം വിഷമല്ല. എനിത്തിങ് എക്സീഡഡ് ഈസ് പോയിസൺ. അപ്പൊ ഭക്തി നല്ലതാണെങ്കിലും സ്പിരിച്വാലിറ്റി നല്ലതാണെങ്കിലും അതേന്നും പറഞ്ഞ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത വിഹുലതകൾ ഉണ്ടാകും. എന്നാൽ ആ ഭക്തി എന്തിനായിരിക്കണം, സ്പിരിച്വാലിറ്റി എന്തിനായിരിക്കണം? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിലെ ബാലൻസിനുള്ള ടോണിക്കാണ്. ടോണിക്ക് നമ്മൾ അധികം കുടിച്ചാൽ ഭൗതിക ജീവിതത്തില് ഒരു സാമാന്യം നല്ല ലൈഫ് നയിക്കണമെങ്കിൽ, അതായത് സൈക്കോളജിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം പുതിയ രീതിയിൽ പറഞ്ഞ സൈക്കോളജിയാണ്. ഈ സൈക്കോളജി വന്ന സ്പിരിച്വാലിറ്റി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ഭക്തിയും അന്ധമായ ഭക്തിയാണ് കുഴപ്പം. നമുക്ക് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് അനുവദനീയമായിട്ടുള്ള എല്ലാ ഫ്രീഡവും അവന് അനുഭവിക്കാനുള്ളതാണ് ഈ ചുറ്റുപാട്. ഇത് ഒരു മനുഷ്യജന്മം കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ഇത് പട്ടിയായിട്ടോ പശുവിനോ പൂച്ചയ്ക്കോ മനുഷ്യന്റെ അത്ര ഇത് കിട്ടിയിട്ടില്ല. ഫ്രീഡം ഇല്ല, എന്തും നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നു അവനവന്റെ ചിന്തയിലൂടെ. ഇതൊക്കെ മനുഷ്യജന്മം കിട്ടുമ്പോഴേ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന നേടുന്നത് തെറ്റാണ്, അല്ല അനുഭവിക്കാൻ കൊള്ളും. ഇപ്പൊ നമ്മൾ പണ്ട് ചെറിയൊരു ഫോണും കൊണ്ടാണ് നടന്നത്. പണ്ട് മൊബൈൽ ഫോണായി ഉണ്ടായിരുന്നില്ല, ലാൻഡ് ഫോണായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ ഫോൺ വന്നു, നമ്മുടെ പണ്ടത്തെ കുത്തുന്ന. ഇപ്പൊ ടച്ച് സ്ക്രീൻ. അപ്പൊ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ അതിന് അനുവാദിച്ചിട്ട് ഉയരണ്ടേ? അതില്ലെങ്കിൽ നമ്മളെന്തായി, മോക്ഷം കിട്ടുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇവിടെ എല്ലാ സുഖസൗകര്യങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മനുഷ്യന്റെ ചിന്തയിലൂടെ അവൻ നേടി അനുഭവിക്കാനുള്ളതാണ്.
അതിനുള്ള കഴിവും തന്നാൽ ദൈവം ഇങ്ങോട്ട് വിട്ട്. അതെ അതെ അപ്പൊ ഇതിനെ ബാലൻസ് സ്റ്റേറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ സ്പിരിച്വൽ കോഷന്റ് ഉണ്ടായിരിക്കണം, ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിൽ തന്നെ വീണും പോകും. ആ. ഭൗതികതയിൽ തന്നെ ഫുൾ വല്ലാണ്ട് അഭിരമിച്ചു പോകും. അവ ജീവിക്കാൻ പറ്റുന്നില്ല. അവന് കഠിനാധ്വാനം ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, പിന്നെ അതിന്റെ പുറകെ വീടായി, മാളികയായി, കാറുകൾ, പിന്നെ ഇതിന്റെ പുറകെ ഓടുകയാണ്. അതെ അതെ അതെ, ജീവിക്കുന്നില്ല. അല്ല സാർ ഇപ്പൊ പറഞ്ഞപ്പം അതിന്റെ വേറൊരു ടോപ്പിക് ഞാൻ ഓർത്തു പോയത്, അതൊരു സംശയമാണ്. എനിക്ക് മാത്രമല്ല 90% മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. കാരണം 10% നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സുഖസാര്യങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച, ഞാനല്ല, ഇപ്പൊ ഒരു കോമൺ മാൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. എല്ലാവരും ദൈവം സൃഷ്ടിച്ചതാണ്. എല്ലാവർക്കും ഒരു ആവറേജ് എല്ലാ അവയവങ്ങളും ബുദ്ധിശക്തി എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഉപയോഗിച്ച് വലിയൊരു ജീവിത വിജയത്തിലേക്ക് എത്താൻ വേണ്ടി വളരെ ചെറിയ വിഭാഗം ആളുകൾക്ക് പറ്റും. ബാക്കി 90 അല്ലാന്ന് എനിക്ക് തോന്നുന്നു, 90 മേലെ ശതമാനം ആളുകളും ഇതിന്റെ ഈ സയൻസ് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ആവറേജ് ജീവിതമാണ്. അവർ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. മിക്കവാറും ആളുകൾ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് അതിൽ കൂടുതൽ ആവാൻ പറ്റുമെന്നുള്ള വിശ്വാസം അവർക്ക് ഇല്ല. അതെന്തായിരിക്കും അതിന് കാരണം? ഇത് കാരണം എല്ലാവർക്കും ബുദ്ധിയുണ്ടല്ലോ, എല്ലാവർക്കും അവയവങ്ങളുണ്ട്, എല്ലാവർക്കും ഈ പറയുന്നത്, എനിക്കും 24 മണിക്കൂറാണ്, സാറിന് 24 മണിക്കൂറാണ് ഒരു ദിവസം, എല്ലാവർക്കും 24 മണിക്കൂറാണ്. പക്ഷേ ചിലർക്ക് മാത്രമേ അത് നേരാമണ്ണം ഉപയോഗിക്കാനും പറ്റുന്നുള്ളൂ, ചിലർക്ക് വളർച്ച ഉണ്ടാവുന്നുള്ളൂ, ഉയർച്ച ഉണ്ടാവുന്നുള്ളൂ, ശരിക്കും ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥ കണ്ടുമരിക്കുന്നുള്ളൂ. ബാക്കി ആളുകൾ എന്നും ആവറേജാണ്. അതെന്തായിരിക്കും? ഇത് 3 അവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതത്തില് ഓരോരുത്തരും ജീവിച്ചു പോരുന്നതിന് 3 അവസ്ഥയാണ്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന പോലെ സാമാന്യ ആൾക്കാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഉയരങ്ങളിൽ ജീവിക്കുന്നവർ, അതായത് എല്ലാ സമ്പത്തിലും ജീവിക്കുന്നവർ, മേൽത്തട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൂട്ടർ നമ്മളിപ്പോ പറഞ്ഞ പോലെ ആവറേജ് ലൈഫ് എന്ന് വെച്ചാൽ അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാൽ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നേടിപ്പോകുന്നുണ്ട്, വിചാരിക്കുന്ന കണക്ക് ഇങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ പോകും. മൂന്നാമത്തെ ഏറ്റവും ഡൗൺ സ്റ്റെപ്പ്, അത് പറയാൻ വിട്ടുപോയി. അവരൊരു പക്ഷെ സ്വർണ്ണക്കരണ്ടിയായിട്ടാണ് ജനിച്ചത്, ഇപ്പൊ അവൻ ദരിദ്രനാണ്. മാത്രമല്ല സന്തോഷവും ഇല്ല. അവൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല, തൃപ്തിയും കിട്ടും. അപ്പൊ തന്നെ ദാരിദ്ര്യമായി. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭൗതിക ഇത് മാത്രമല്ല, മനസ്സിനുള്ളിൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ സമ്പന്നനാണെങ്കിലും അവൻ പട്ടുമത്തേ കിടക്കുന്നു, AC റൂമിൽ കിടക്കുന്നു, പുറത്ത് വിലപിടിപ്പുള്ള കാറുകളൊക്കെ ഉണ്ട്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അവൻ ദരിദ്രനാണ്. അത് ശരിയാ, മനസ്സുകൊണ്ട് ദരിദ്രനാണ്. മനസ്സുണ്ട്, അതല്ലേ പ്രശ്നം. മനസ്സ് എന്നാൽ ഒരു ചെറിയൊരു വീടാണ്, അല്ല ഒരു കടത്തിനയിലാണ് കിടന്നുറങ്ങുന്നതെങ്കിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനാണ് സമ്പന്നൻ, അല്ലേ? അപ്പൊ ഈ 3 അവസ്ഥയുണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ. ഒന്ന്, ഹൈറ്റ്സിൽ നമ്മൾ കാണുന്നവർ, അവരുടെ ഉള്ളിലും പലരും ദാരിദ്ര്യം അനുഭവിക്കുക, സ്നേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഓരോന്ന് നേടുമ്പോഴും വീണ്ടും വീണ്ടും അത് ഉള്ളതിനെ നിലനിർത്താൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പം സ്പെഷ്യൽ VIP ആരോ വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അംബാനി ഫാമിലിയാണ്, കുറെ മാസങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ എൻ്റെ നടന്നെടുത്ത് ഞാൻ ഏകദേശം അടുത്ത് വരെ എത്താറായപ്പോഴും അദ്ദേഹം വരുന്നത് പെട്ടെന്ന്. അപ്പൊ അടുത്ത് കണ്ടിയാ. അപ്പൊ പുള്ളി ഇങ്ങനെ തൊഴുന്ന കണ്ടു, പുള്ളിയുടെ മുഖത്തോട്ട് നോക്കിയാൽ ഇതേപോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരാള് നിരാലംബനെ പോലെ ഇങ്ങനെ പുള്ളിയുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാല് അപ്പൊ അങ്ങേർക്ക് കൊണ്ട് ഇത് കണക്ക് പ്രശ്നങ്ങള് എത്രത്തോളം ഇതുണ്ടോ അതിനെ മാനേജ് ചെയ്യാനുള്ള സംഭവം വേറെ ഏതെങ്കിലും ശക്തി രക്ഷിക്കണേ. അപ്പൊ അത് എത്ര സമ്പന്നരുടെ ദരിദ്രം അങ്ങനെയുണ്ട്. പിന്നെ ഇടത്തട്ടിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലോ ആൾക്കാരുണ്ട്, എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും അവർ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഈ 3 അവസ്ഥയാണ്. അതിന് കാരണം ഒന്ന്, ഈ പറയുന്ന പോലെ ജനിക്കുമ്പോൾ ഒരാൾ ദരിദ്രനാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അത് ജനിച്ചാടെ കുഴപ്പമല്ല. പക്ഷെ മരിക്കുമ്പോൾ ദരിദ്രനാണെങ്കിൽ 100% അത് അയാളുടെ കുഴപ്പം കൊണ്ടാണ്. സാമാന്യ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഈ സാമാന്യ ബുദ്ധിയിലുള്ള ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ഒന്നുമില്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ പവറിനെ കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റാൻ അവൻ ശ്രമിക്കാത്തതായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും കിട്ടാത്തതായിരിക്കും, ശരിയായ രീതിയിൽ അറിയാത്തതായിരിക്കാം. ഇനി ചില അറിഞ്ഞിട്ടും പരിശ്രമിക്കാത്തതാണ്. ശ്രമം ഇവിടെ ആവശ്യമാണ്. എല്ലാവരും പറയുന്നത് താൻ പാതി ദൈവം പാതി. തന്റെ പാതി എങ്ങനെ ചെയ്യണമെന്നറിയാം, പ്രേരിപ്പിക്കുക, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. ഇന്ന് വരെ അങ്ങനെ ഒരു ദൈവം ഒന്നും ചെയ്തു തരുന്നില്ല. ചിലർ പറയുന്ന ഉപാധിക്ക് പറയുന്നത് എന്താ, ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ ജപിച്ചോണ്ടിരുന്നാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. ഒരിക്കലും ഇല്ല. ഒരാൾ എല്ലാ ദിവസവും ആവശ്യമായി ജപിച്ചോണ്ടിരിക്കുക. തൊട്ടടുത്തുള്ള വീട്ടുകാരൻ അവൻ നിലത്ത് കലപ്പ കൊണ്ട് ഉഴുതുകൊണ്ട്
പാടത്ത് ഉഴുതുകൊണ്ടാണ് അവൻ ആവശ്യമായ ആ, ആ, കളിക്കുന്നത്. ആ. ആർക്കായിരിക്കും ഫലം കിട്ടുന്നത്? ഉഴുതുകൊണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവന് കിട്ടത്തില്ല. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഒന്ന് വിസിബിളാണ്. ആ വിസിബിൾ എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ്, തേർഡ് ഐയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ. ആ നമുക്ക് മാത്രമാണല്ലോ മൂന്നാം കണ്ണുള്ളത്, ഉള്ളത്. രണ്ട് ഈ കണ്ണ്, മൂന്നാമത്തത് ആ. ആത്മദർശ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നത്. അതിൽ തുറന്നാൽ അറിയാം ഒരു വ്യക്തിയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാരണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സാറിന്റെ അടുത്ത് വന്നപ്പോൾ ഞാനത് ആ കാരണം അവന്റെ ബുദ്ധി ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ ഇപ്പൊ പരീക്ഷയ്ക്ക് ഞാൻ നല്ലോണം പഠിച്ചു, പക്ഷെ അപ്പിയർ ചെയ്ത് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല. ഉടനെ ചിന്തിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ആത്മഹത്യ ചെയ്യല്ലേ വേണ്ടത്. ഇപ്പൊ ഈ 2 ദിവസം മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ 25 വയസ്സേ ഉള്ളൂ. അവന് CAക്ക് അപ്പിയർ ചെയ്തു. ചില പേപ്പർ പോയി, CAക്ക് ഒറ്റയടിക്കൊന്നും കിട്ടത്തില്ല. പക്ഷെ അവന് 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടാവുന്നപ്പോൾ 25 വയസ്സേ ഉള്ളൂ. തലേദിവസം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇവിടെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന അമ്മയ്ക്കൊരു ഉമ്മയെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എത്ര നാളാണ് നിങ്ങളോടൊപ്പം ഞാനിങ്ങനെ അടുത്തിപ്പോൾ അത് ഇച്ചിരി ഇൻട്രാവട്ടെ ആദ്യം, ഏതായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞു. മുകളിലോട്ട് കയറി പോയി. കയറി അവൻ ഹാങ് ചെയ്തു, മരിച്ചുപോയി. എൻ്റെ ഒരു എഴുത്തു അച്ഛൻ്റെ അമ്മയുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് വളരാൻ എനിക്ക് സാധിക്കും തോന്നുന്നില്ല. കുറ്റബോധം കൊണ്ട് ഹാങ് ചെയ്തു. അപ്പൊ ഇവിടൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ ഇവന്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടായി. ഓക്കെ, ബാക്ക് പേപ്പർ ഉണ്ട്, ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ CA ഒന്നും അല്ലല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അവർ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തവരാണ്. വേറെ എന്തെല്ലാം അവന്റെ ഉള്ളിലുള്ള സ്കില്ലിലൂടെ ഈ ലോകത്തിൽ ഇനി ചാൻസസ് ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ബുദ്ധി ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ്. അവിടെ ദൈവത്തിനെയോ ഒന്നും അല്ല എന്റെ വിധിയാന്ന് പറഞ്ഞിട്ട് കാര്യം. ഇനി അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നത്തിന്റെ തടസ്സം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ട പോലെ കാണേണ്ട സമയത്ത് കാണണം, ചികിത്സ എടുക്കണം. ഇനി അവിടെ ആ ഡോക്ടർ പോരാന്ന് നമ്മുടെ മനസ്സ് പറയുന്നത് വേറെ അടുത്ത സെക്കൻഡ് ഓപ്ഷൻ നോക്കണം, വേറെ ഹോസ്പിറ്റൽ നോക്കണം. ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയിലൂടെ പരിഹരിക്കേണ്ടതാണ്. ഇനി അല്ലെങ്കിൽ ഒരു നിയമപ്രശ്നം വന്നു, നമ്മൾ കാണേണ്ട ഒരു ലോയറെ കാണണം. അതനുസരിച്ചുള്ള നടപടികളിലൂടെ നമ്മൾ ഇറങ്ങി പൈസ മുടക്കി പ്രയത്നിച്ച് ആ പ്രശ്നം പരിഹരിച്ച ടെൻഷൻ ഒഴിക്കണം. അപ്പൊ ഇതെല്ലാം വിസിബിൾ. അവിടെ ഒരു ഹ്യൂമൻ നമ്മുടെ മൈൻഡിന്റെ ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്, ഇടപെടൽ ആവശ്യമുണ്ട്. എന്നാൽ രണ്ടാമത്തത് കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഈ എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ അറിയാം, പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പ്രയത്നിക്കുന്നുണ്ട്, കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എടുക്കുന്ന എഫർട്ടിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോഴും ചെറിയ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഓരോരുത്തർ ചെറിയ കൊച്ചു കാര്യം ചെയ്യുന്നുള്ളൂ, അവനെ പന പോലെ വളർത്തുന്നു. ഞാൻ ഇത്രയും പണിയെടുത്തിട്ടും ഇത്രയും എഫേർട്ട് എടുത്തിട്ടും അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള പോലും കിട്ടുന്നില്ല. മാത്രമല്ല ഇരട്ടി ദുരിതവും വരും, ഒന്നിനു പുറകെ ഒന്നായിട്ട്. ചില മലവെള്ളപ്പാച്ചിൽ പോലെ ഒരു മരണം, ഒന്നിനു പുറകെ ഒന്നായിട്ട് മരണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രശ്നം, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടി വരും. കുറ്റബോധം കൊണ്ട് നടക്കുന്ന ആൾക്കാർ കേസിൽ പെടുക, പലരും ശത്രുക്കളെ കൊണ്ട് പെരുമാറുന്നു. ഒരുപാട് നമുക്ക് സഹായിക്കാൻ കഴിവുള്ളവർ പോലും ഇപ്പൊ നമ്മളെ കണ്ടിട്ട് പിണങ്ങി നടക്കുന്നു. ഇതൊക്കെ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അതാണ് മനുഷ്യന്റെ ഒരു പ്രശ്നം. ഇത് ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല സംഗതി. എന്നാൽ നമ്മൾ അറിയാഞ്ഞിട്ടല്ല, അറിവില്ലാത്തവരല്ല. അതുകൊണ്ടല്ലേ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള വലിയ സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പോലും ഈ കാരണം അറിയാൻ വേണ്ടി പൂജയും വഴിപാടൊക്കെ ചെയ്യുന്നു. ലക്ഷങ്ങൾ മുടക്കി. അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, അവർ പല കാര്യങ്ങളും കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളവരാണ്. പക്ഷെ ഇതിന് അതീതമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, അത് ഇൻവിസിബിൾ എന്ന് പറയും. പക്ഷെ എഫക്റ്റ് നമുക്കുണ്ട്. അതിന്റെ പിന്നിൽ ഒരു കോസ് ഉണ്ട്, ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല, അല്ലേ? അപ്പൊ ആദ്യത്തെ കാരണം നമുക്ക് ബുദ്ധിയിൽ കണ്ടെത്താൻ പറ്റും. അതിനെ വിസിബിൾ എന്ന് പറയും, ക്ലിയർ ആണ്. അത് തേടയിലാണ് കണ്ടത്, മൂന്നാം കണ്ണ്. ഇപ്പൊ നമുക്ക് ഷാൻജിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വീടിനെ കാണാൻ പറ്റും. ഏത് കണ്ണുകൊണ്ടാണ്ട്? തേടൈ. ഇനി നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക് വേണം വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡോ അന്നത്തെ സ്റ്റുഡൻസിനെ കാണാം, അതും തേടയിലാണ് കണ്ടത്. ഇത് എത്രയോ ബാക്കിലോട്ടുള്ള അനുഭവം. എന്നാൽ 2 വർഷം കഴിയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായി തീരണം, വിഷൻ. അത് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇൻ മൈ ലൈഫ്. എനിക്ക് എൻ്റെ പൊസിഷൻ എങ്ങനെ ഇരിക്കണം, എൻ്റെ എക്കണോമിക്കൽ ആയിട്ട് എൻ്റെ കുടുംബം എങ്ങനെ ഇരിക്കണം, ഈ ഒരു ബ്ലൂ പ്രിന്റ് ഇപ്പം വന്നിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല.
എനിക്ക് വേണ്ട ഇനി ഒരു സ്കെച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ഏത് കണ്ണിലാ കണ്ടേ? ഉൾക്കണ്ണ് തന്നെയാണ്. ഉൾക്കണ്ണ് തേടായി തന്നെ. തേടായി തന്നെയാണ്. ബാക്കിലോട്ടുള്ള തേടായി കണ്ടു. അതെ. ഇനി മുന്നോട്ടുള്ളതും നമ്മുടെ സങ്കല്പത്തിൽ ഒരു തേടായി കാണാൻ പറ്റുമല്ലോ.